അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നിരന്തരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂറത്തുൻ നൂറിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു തിരുത്തുകയും ഒരു പ്രവർത്തനത്തെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു തീരുമാനത്തിൽ നിന്ന് തീരുമാനം മാറ്റിക്കുകയും ചെയ്തൊരു സംഭവമാണ്. ഖിയാമത്ത് നാൾ വരെ വിശുദ്ധ ഖുർആൻ നിലനിൽക്കും കാലത്തോളം ആ വചനം പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ കൂടിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെയുള്ള ഒരു ആരോപണം, വ്യഭിചാരാരോപണം, അത് ബനുൽ മുസ്തലഖ് യാത്രയുമായി യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ കോളിളക്കം സൃഷ്ടിച്ചൊരു സംഭവമാണ്. പ്രവാചക ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൻ നൂറിലെ വലിയൊരു ഭാഗം ഈ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് ഇറങ്ങുകയും ആയിഷ റളിയല്ലാഹു അൻഹ പൂർണ്ണമായും നിരപരാധിയാണെന്ന് വിശുദ്ധമായ ഖുർആൻ സന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഒരുപാട് ഇടങ്ങളിൽ ഇതുമായുള്ള ചർച്ച ബന്ധപ്പെട്ട് നടന്നിരുന്നു. ഒരുപാട് ആളുകൾ ഈ ചർച്ചയിൽ ഇൻവോൾവ് ചെയ്തിരുന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു മിസ്തഹ് റളിയല്ലാഹു അൻഹു. മിസ്തഹ് റളിയല്ലാഹു അൻഹു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മായിയുടെ മകനാണ്. പാവപ്പെട്ട ഒരാളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹായിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം പുലർത്തിയിരുന്നത്, അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടിയിരുന്നത്. അതിൽ വളരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായം ഉണ്ടായിരുന്നു. അങ്ങനെ നിരപരാധിത്വം തെളിഞ്ഞതിനു ശേഷം മിസ്തഹ് എന്നവരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിക്കുകയും, നീ എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്? ബാക്കിയുള്ളവരൊക്കെ ഹസ്സാൻ ബിൻ സാബിത്തിന് ബന്ധമുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു, ഹംന എന്നവർക്ക് ബന്ധമുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ബിൻ ഉബൈ മുനാഫിക്കാണ്. പക്ഷെ നീ എൻ്റെ കുടുംബത്തിൽപ്പെട്ടതാണ്, നിൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്, നിനക്ക് 4 മക്കളുണ്ട്, നിനക്ക് ഞാൻ നിൻ്റെ മേലിൽ ചെലവ് തന്നിരുന്നത്, ഭക്ഷണം തന്നിരുന്നത്, ഒരിക്കലും ഞാൻ ഇതുവരെ നിനക്കുള്ള ഭക്ഷണം മുറിച്ചിട്ടില്ല. പക്ഷേ നീ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഈ ഒരു അപവാദ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ, തൻ്റെ മകൾ കൂടിയാണ്, അതിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ഇനി മുതൽ ഞാൻ നിനക്കുള്ള ഭക്ഷണം നിർത്തിവച്ചിരിക്കുന്നു, നിനക്കുള്ള സഹായം നിർത്തിവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങി, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളിൽ ശ്രേഷ്ഠതയുള്ള ആളുകൾ, വിശാലതയുമുള്ള ആളുകൾ, ചെയ്യാൻ സൗകര്യമുള്ള ആളുകൾ അവരൊരിക്കലും തന്നെ സത്യം ചെയ്യരുത്. ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, ഇവർക്ക് കൊടുക്കാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങനെ ഒരു രീതിയിൽ ഇനി അങ്ങനെ തീരുമാനിക്കരുത്, അത് ശരിയല്ല. ഈ മിസ്കീന്മാരും ബന്ധുക്കളും മുഹാജിരീങ്ങളുമായ ആളുകൾക്ക് വല്യഅഫു വല്യസ്ഫഹു, അവർ പുറത്തു കൊടുക്കട്ടെ, വല്യസ്ഫഹു, ഒരു വിട്ടുവീഴ്ച ചെയ്യട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇത് ഈ ആയത്തിറങ്ങിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയും, എൻ്റെ കാര്യത്തിൽ നിങ്ങളും ഞാനും തമ്മിലുള്ള കാര്യത്തിൽ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ലഉളാഇഫന്ന ലക നഫഖ വഖദ് ഗഫർതു ലക, നിങ്ങൾക്ക് ഞാൻ ഇരട്ടി ചെലവിന് ഇരട്ടി തരുകയും നിങ്ങൾക്ക് ഞാൻ പുറത്തു തരികയും ചെയ്തിരിക്കുന്നു എന്ന് ഇന്നല്ലാഹ അമറനി അൻ അഗ്ഫിറ ലക, അള്ളാഹുവാണ് എന്നോട് നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്തു. വലാ യഅ്തലി ഉലിൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും എന്ന ആയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു ഗുണപരമായ തരത്തിലേക്ക് തൻ്റെ തീരുമാനം മാറ്റിക്കാൻ ആവശ്യപ്പെട്ടവുമായും, എന്നാൽ ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം അംഗീകരിച്ചു കൊണ്ടുകൂടി ഇറങ്ങിയതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്ക ഫത്ഹിന് ശേഷമാണ് തൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളും പ്രവാചകനിൽ വിശ്വസിച്ചു എന്ന മഹത്വം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ട്. തൻ്റെ പിതാവാണ് ആ കൂട്ടത്തിൽ അവസാനമായി വിശ്വസിക്കുന്നത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വലിയ സംഘമായി മക്ക ഫത്ഹിൻ്റെ ദിവസം സഹാബികൾ വരുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ വരുമ്പോൾ, അബൂ ഖുഹാഫ എന്ന വന്യവയോധികനായ, ശരീരം മുഴുവനും മുടി മുഴുവനും നിരച്ച് വെളുത്തുപോയ, മുടിയും താടിയും വെളുത്തുപോയ, വളരെ പ്രയാസപ്പെടുന്ന, 2 ആൾ പിടിച്ചിട്ടല്ലാതെ നടക്കാൻ പോലും വിഷമിച്ചിരുന്ന പ്രായാധിക്യത്തിലുള്ള മനുഷ്യനിങ്ങനെ എഴുന്നേറ്റ് നോക്കുന്നതിനെ കുറിച്ച് ഈ രേഖകളിൽ കാണാം. അവരിങ്ങനെ മദീനയിൽ നിന്നും വരുന്ന ആ സംഘം മക്കയിൽ ഇങ്ങനെ
പ്രത്യക്ഷപ്പെട്ട് അവർ വലിയൊരു സംഘമായി മക്കക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെ അബൂ ഖുഹാഫ ദൂരെ നിന്ന് നോക്കുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ചെറിയ മകളോട് അതുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. മക്കയിലെത്തി, മക്കം ഫത്ഹ് സംഭവിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ ഉപ്പയെ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഖുഹാഫ ഇങ്ങനെ മറ്റുള്ളവർ പിടിച്ചു വരുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അബൂബക്കർ അല്ലാ തറക്ത ശൈഖ ഹത്താ അകൂന അനല്ലദീ അംശി ഇലൈഹി. ഉപ്പയെ, പ്രായമുള്ള ഈ മനുഷ്യനെ വീട്ടിൽ നിർത്തിയിട്ട് എനിക്ക് അങ്ങോട്ട് വരാമായിരുന്നല്ലോ അബൂബക്കർ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവ അഹഖു അൻ യംശി ഇലൈക മിൻ അൻ തംശി ഇലൈഹി. നിങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങോട്ടാണ് വരേണ്ടത്, നിങ്ങൾ അങ്ങോട്ട് പോവുകയല്ല വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ അബൂ ഖുഹാഫ എന്നവർ തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്തപ്പോൾ മാറി നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുന്നതിൻ്റെ ഒരു രേഖയുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഹാദാ യൗമുൽ ഫറഹ് മാ യുബ്കീക, ഹാദാ യൗമുൽ ഫറഹ്, ഇത് സന്തോഷത്തിന്റെ ദിവസമല്ലേ അബൂബക്കർ, എന്താണ് നിങ്ങളെ കരയിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഒരു അടങ്ങാത്ത ആ ഒരു അഭിനിവേശത്തിന്റെ, താല്പര്യത്തിന്റെ, ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് പറഞ്ഞത്. എൻ്റെ ഉപ്പ ഈ ഇസ്ലാം സ്വീകരിക്കുന്ന ഈ ഒരു സ്ഥാനത്ത് അബൂ താലിബ്, നബിയുടെ പിതൃവനായ അബൂ താലിബ് ആയിരുന്നുവെങ്കിൽ, ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തിയിരുന്നെങ്കിൽ അത് നബിയെ, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകരെ എത്രമാത്രം സന്തോഷിപ്പിച്ചിരുന്നു എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിടവാങ്ങലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരങ്ങളെ, സൂചനകളെ ആദ്യമായി തിരിച്ചറിഞ്ഞു തുടങ്ങിയതും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് ഹജ്ജത്തുൽ വിദാഇൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്നത് കേട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീർ പൊഴിച്ചിട്ടുണ്ട്. അതൊരു യാത്ര പറച്ചിലിന്റെ തുടക്കമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അന്ന് മറ്റു പലർക്കും ഫീൽ ചെയ്തിരുന്നു. എന്നാൽ മദീനയിലെ പള്ളിയിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗമൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വ ബൈന മാ ഇൻദ ഫഖ്താറ ദാലിക അബ്ദു മാ ഇൻദല്ലാഹ്. അള്ളാഹു തൻ്റെ ഒരു അടിമക്ക് ദുന്യാവും ആഖിറത്തിലും ഏതാണ് വേണ്ടത് എന്ന ഒരു ചോയ്സ് കൊടുത്തപ്പോൾ, ഖിയാറ് കൊടുത്തപ്പോൾ ആ അടിമ എനിക്ക് ആഖിറം മതി എന്ന് പറഞ്ഞു. കാഷ്വലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാൻ. ഫബക്ക അബൂബക്കർ, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് തേങ്ങിക്കരഞ്ഞു. ഫഅജബ്നാ ലിബുക്കായി, സഹാബത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ തന്നെ ആകെ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, എന്തിനങ്ങനെ കരയണേ എന്ന് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായി. അങ്ങനെ ഒരു ഇമോഷണൽ ആവേണ്ട ഒരു സംസാരമൊന്നും സംസാരിച്ചിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തിനങ്ങനെ കരയണത് എന്ന് ഒരു അബദിൻ തൻ്റെ ഒരു ഇഷ്ടം തെരഞ്ഞെടുത്തതിനെ കുറിച്ചിട്ടുള്ള ഈ പരാമർശത്തിൽ എന്താ ഇത്ര കരയാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ സിദ്ദീഖ് ആ ഒരു മുഖയ്യർ, തെരഞ്ഞെടുത്ത ഒരാൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. നബിയുടെ വഫാത്തിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്, ഒരു പറച്ചിലാണത് എന്ന് ഞങ്ങളിൽ ആ വിഷയത്തെക്കുറിച്ച് ഏറ്റവും മനസ്സിലായത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി തങ്ങൾ പറയുന്നുണ്ട്, ഇന്നമന്നാസി അലയ്യ ഫീ സുഹബത്തിഹി വമാലിഹി അബൂബക്കർ വലൗ കുന്തു മുത്തഖിദൻ ഖലീലി ഗൈറ റബ്ബി ലത്തഖത്തു അബൂബക്കർ വലാകിൻ ഇഖ്വത്തുൽ ഇസ്ലാമി വമവദ്ദഹ വലാ യബ്ഖിയന്ന ഫിൽ മസ്ജിദി ബാബുൻ ഇല്ലാ ശുദ്ദ ഇല്ലാ ബാബി അബൂബക്കർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്കുള്ള എല്ലാ വാതിലും അടക്കാൻ പറയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാതിലല്ലാത്ത എല്ലാ വാതിലും ഞാൻ ആരെങ്കിലും ഖലീലായി തിരഞ്ഞെടുത്തുവെന്നുവെങ്കിൽ അത് അബൂബക്കറിനെയാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എൻ്റെ സുഹബത്തിലും തൻ്റെ മാലിലും എനിക്ക് ഏറ്റവും സംരക്ഷണം നൽകിയത്, എനിക്ക് ഏറ്റവും പിന്തുണ നൽകിയത്, എൻ്റെ എപ്പോഴും കൂടെ ഉണ്ടായത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ സംരക്ഷിച്ചത്ര, സ്വത്തുകൊണ്ടും ശരീരം കൊണ്ടും സംരക്ഷിച്ചത്ര വേറെ ആരുമായി ഉണ്ടായിട്ടില്ല, എനിക്കതിന് പകരം നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീടുള്ള ഓരോ കാര്യവും തൻ്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ, തിരുവഫാത്തിന്റെ മുമ്പുള്ള ഘട്ടങ്ങളിലൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിൻഗാമിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ഒരു സഹോദരി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചില കാര്യങ്ങളിൽ സംസാരിക്കുകയും ചില കാര്യങ്ങൾ നബി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ പിരിഞ്ഞു പോകുമ്പോൾ അവർ നബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അറഅയ്ത ഇൻ ജിഅ്തു ഫലം അജിദക, നബിയെ ഇനി ഞാൻ എന്തെങ്കിലും വരുമ്പോൾ നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അഥവാ
നിങ്ങളോട് അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോവുക, അങ്ങനെയൊക്കെയുള്ള സൂചനയിൽ ഖാല അബി കഅന്നഹ തഅനി അൽ മൗത, അത് മരണമാണ് അവർ സൂചിപ്പിച്ചത്. ഖാല ഫഇല്ലം തജിദീനി ഫആതി അബൂബക്കർ, നിങ്ങൾക്ക് ഇനി വരുമ്പോൾ എന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അബൂബക്കറിന്റെ അടുത്ത് പോയിക്കൊള്ളേണ്ടി എന്ന് പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത മറ്റൊരു സൂചനയായിരുന്നു. മരണത്തിന് തൊട്ടു മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗമായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. അപ്പൊ 3 ദിവസം അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുറു അബൂബക്കറിൻ യുസല്ലി ബിന്നാസി, അബൂബക്കറിനോട് നിങ്ങൾ നിസ്കരിക്കാൻ പറയുന്നു പറഞ്ഞു. അപ്പൊ ആയിഷ ബീബി പറയാണ്, ഖുൽതു ഇന്ന അബൂബക്കർ ഇദാ ഖാമ ഫീ മഖാമിക ലം യുസ്മിഇൻ നാസ മിനൽ ബുക്കായി ഫമുർ ഉമർ ഫൽയുസല്ലി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എൻ്റെ ഉപ്പ അബൂബക്കർ സിദ്ദീഖിന് നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് അവിടെ നിസ്കരിക്കുമ്പോൾ ഒരു റിവായത്തിൽ പറയുന്നുണ്ട്, ചെറിയ ശബ്ദമാണ്, ചെറിയ മനുഷ്യനാണ്, ശക്തി അധികം ശാരീരിക പുഷ്ടിയില്ലാത്ത മനുഷ്യനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വലിയ ശബ്ദമില്ലാത്തൊരു മനുഷ്യനാണ്. അതുകൊണ്ട് എൻ്റെ ഉപ്പ നിസ്കരിക്കുമ്പോൾ ആൾക്കാർക്ക് അത് കേൾക്കാൻ കഴിയില്ല, അത് ആൾക്കാർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഉമറിനോട് പറയണം എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അബൂബക്കറിനോട് തന്നെ നിസ്കരിക്കാൻ പറയും, മുറു അബൂബക്കർ ഫല്യുസല്ലി ബിന്നാസി. അങ്ങനെ ആയിഷ ബീവി പറഞ്ഞിട്ട് ഞാൻ ഹഫ്സയുടെ അടുക്കൽ പോയി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഭാര്യയാണ്. ഖൂലി ഇന്ന അബൂബക്കറിൻ ഇദാ ഖാമ ഫീ മഖാമിക ലം യുസ്മിഇൻ നാസ മിനൽ ബുക്കാ ഫമുർ ഉമർ ഫല്യുസല്ലി ബിന്നാസി. അങ്ങനെ ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിങ്ങളൊന്ന് നബിനോട് പറയാം, എൻ്റെ ഉപ്പ നിന്നാൽ നിസ്കാരം ശരിയാവില്ല, അതുകൊണ്ട് നിങ്ങളുടെ ഉപ്പ ഉമറിനെ നിർത്താൻ വേണ്ടിയിട്ട് പറയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന കുന്നല അൻതുന്ന സവാഹിബു യൂസുഫ്, നിങ്ങൾ യൂസുഫ് നബിയുടെ അവിടെ ആ ചരിത്രത്തിൽ പറയുന്ന പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ എന്താ ഇങ്ങനെ പറയണത് എന്ന് പറഞ്ഞിട്ട് സഹീഹുൽ ബുഖാരി ഈ റിവായത്ത് ചെയ്തിട്ടുണ്ട്. വേറൊരു രീതിയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മകൾ പറഞ്ഞത്, റഖീഖുൽ ഖൽബാണ് യഗ്ലിബുൽ ബുഖാഉ ഇൻദ ഖിറാഅത്തിൽ ഖുർആൻ, ലോല ഹൃദയമുള്ള എൻ്റെ ഉപ്പ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കരച്ചിൽ വരും, അതുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ കഴിയില്ല. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറയുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നിൽ നിന്ന്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെല്ലെ പറയുകയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറക്കെ പറയുകയും ചെയ്ത രീതിയിൽ നിസ്കരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരാൻ കഴിയാതിരുന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത ഈ സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സനയിലായിരുന്നു, പുറത്തായിരുന്നു. അങ്ങനെ ഇവിടെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് വിവരമറിഞ്ഞു. എല്ലാവർക്കും വളരെ പ്രയാസമായി, പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പലരും ഇമോഷണലായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ പ്രതികരണത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. ഒരാൾക്കും ഇതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. നബി മരിച്ചു എന്ന് പറയാൻ, വഫാത്തായി എന്ന് പറയാൻ തന്നെ ആർക്കും ധൈര്യമില്ലാത്ത ഒരു സമയമായിട്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. തന്റെ മകളുടെ വീട്ടിനകത്താണ്, ആയിഷ ബീബിയുടെ വീട്ടിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മയ്യത്തുള്ളത്. അവിടെ തന്നെയാണല്ലോ റൗള രൂപം കൊള്ളുന്നത്. അവിടെ തന്നെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും 2 സഹചാരികളുടെയും ഖബറിടം ഒരുങ്ങുന്നത്, റൗള ഒരുങ്ങുന്നത്. അങ്ങനെ വന്ന് നബി തങ്ങളുടെ മുഖത്ത് നിന്ന് പുതപ്പൊന്ന് നീക്കി ഒന്ന് ചുംബിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബി അബി അൻത വ ഉമ്മി തിബ്ത ഹയ്യൻ വ മയ്യിതൻ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എൻ്റെ ഉപ്പയും ഉമ്മയും തന്നെ സത്യം, നബിയെ അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും അങ്ങ് വഫാത്തായപ്പോഴും എന്തോ ഒരു സുഗന്ധമാണ്. തിബ്ത ഹയ്യൻ വ മയ്യിതൻ. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം അങ്ങനെ പുറത്തു വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മിണ്ടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ശാന്തനാകാൻ കഴിയുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ മിഹ്റാബിന്റെ അടുക്കലേക്ക്, മിമ്പറിന്റെ അടുക്കലേക്ക് നീങ്ങി നിന്ന് അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഇരുന്നു. എല്ലാവരും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഇങ്ങനെ അടുത്തു വന്നു. ഏറ്റവും നബിതങ്ങളോട് ഏറ്റവും സ്നേഹമുണ്ടായിരുന്ന, നബിതങ്ങളെ ഏറ്റവും അറിഞ്ഞിരുന്ന, ഏറ്റവും നബിതങ്ങളെ എല്ലാം കൊണ്ടും നബിതങ്ങളുടെ സഹചാരിയായിരുന്ന, ഖലീൽ എന്ന് വിളിക്കാൻ നബിതങ്ങൾ ആഗ്രഹിച്ച, സാഹിബ് സ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച, ഒരു കാര്യത്തിൽ പോലും നബിയുടെ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കാത്ത, സിദ്ദീഖ് എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കപ്പെടുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിന്റെ ഒരു കുടുംബത്തിലും ഒരു സമൂഹത്തിലും ഒരു സംഘത്തിലുമൊക്കെ ഉണ്ടായിരിക്കേണ്ട, പ്രത്യേകിച്ചും പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും ഘട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ നേതൃഗുണം, ശാരീരികമായി നഹി
ഹരീഫും ലഈഫുമാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വലിയ മറ്റുള്ള പലരുടെയും പോലെ വലിയ യോദ്ധാവൊന്നുമായിരുന്നില്ല. ധൈര്യവും സ്ഥൈര്യവും വേണ്ടയിടങ്ങളിൽ വേണ്ടുവോളം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അറിയപ്പെട്ട ഒരു യോദ്ധാവോ ഒരു യുദ്ധതന്ത്രജ്ഞനോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുള്ള, പക്ഷെ ഏറ്റവും പക്വമതിയായി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രത്യക്ഷപ്പെടുന്ന ഒരു രൂപമാണ് ചരിത്രത്തിൽ നമുക്ക് അത് വല്ലാതെ ഇമോഷണൽ ആയിട്ടല്ലാതെ വായിച്ചെടുക്കാൻ കഴിയാത്ത മനോഹരമായ ചില നിമിഷങ്ങളായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ശാന്തനായി മദീനയിൽ സഹാബികളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയും നിർനിമേഷരായി നിൽക്കുന്ന, എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സിദ്ദീഖ് മദീനയിലെ സഹാബിവര്യന്മാർ, മദീനയിലെ സഹാബത്ത് മുഴുവൻ, മദീന വലിയ കരച്ചിലാണ്. പിന്നീട് അങ്ങനെ ഒരു സങ്കടം പൊട്ടിയൊഴുകിയത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോഴാണെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയും ബിസ്മിയും ഹംദും ചൊല്ലുകയും അല്ലാഹുവിൽ സ്തുതി അർപ്പിക്കുകയും ചെയ്തിട്ട് ഇങ്ങനെ പ്രഖ്യാപിച്ചു: അലാ മൻ കാന യഅബുദു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് മാത. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ടുണ്ട്, അത് തിരിച്ചറിയുക. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. അള്ളാഹുവിനെ ആരെങ്കിലും ആരാധിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു ഹയ്യാൻ എന്നുമെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ലാ യമൂത്തു മരണമില്ലാത്തവനാണ്. വഖാല ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് പറയുന്ന ആ ഒരു ഖുർആനിന്റെ ഭാഗമെടുത്ത് മഹാനായ റസൂലുള്ളാഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. അള്ളാഹുവാണ് നബിയോട് പറഞ്ഞത്, ഇന്നക മയ്യിത്തുൻ, നബിയെ നിങ്ങൾ മരണപ്പെടാനുള്ളതാണ്, വഇന്നഹും മയ്യിത്തൂൻ, സകല മനുഷ്യരും മരിച്ചു പോകുന്നവരാണ്. എന്നിട്ട് ഇങ്ങനെ ഓതി: വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. അള്ളാഹു പറയുന്നു, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ, മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഇതിനു മുമ്പേ ഒരുപാട് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അഫ ഇമ്മാത ഔ ഖുതില ഇൻഖലബതും അലാ അഖാബികും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ, ഉഹദിന്റെ ഒരു പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന സംസാരമുണ്ടായപ്പോൾ അതിലേക്ക് സൂചിപ്പിച്ചിറങ്ങിയ ആയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർത്തെടുത്ത് അവിടെ പരാമർശിച്ചു: വമൻ യൻഖലിബ അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ വസയജ്സില്ലാഹു ശാകിരീൻ. വഖാല ഫനശജന്നാസു യബ്കൂൻ. ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന ആ ഒരു സത്യം പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ടി വന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വിശുദ്ധമായ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തുണ്ട് എന്ന് മുമ്പൊന്നും എനിക്കെന്തേ ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാനത് അങ്ങനെ ഒരു ആയത്തുണ്ടെന്ന് ഞങ്ങൾക്കൊന്നും അറിയാത്ത പോലെയായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്തപ്പോൾ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ടായിരുന്നല്ലോ എന്ന് എനിക്കപ്പോൾ ഓർമ്മ വന്ന പോലെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു വൈകാരിക ഭാവങ്ങൾ അണപൊട്ടിയൊഴുകിയ ആ നിമിഷത്തെക്കുറിച്ച് പിന്നീട് ആലോചിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മദീന വീണ്ടും ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പക്വതയിലേക്ക്, തിരിച്ചറിവിലേക്ക്, ബോധത്തിലേക്ക് വൈകാരികമായ നിമിഷങ്ങളിൽ നിന്ന് മദീന തിരിച്ചു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി കിടക്കുന്ന മദീനയിൽ ഇനിയൊരു നായകൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ഖുറൈശികളിലെയും മുഹാജിറുകളിലെയും അൻസാറുകളിലെയും പ്രബലരായ ആളുകൾ പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ നടത്തുകയും അതിന്റെ അവസാനമായി അതിന്റെ വിശദവിവരങ്ങളിലേക്ക് പോകുന്നില്ല. അവസാനം അവരെ ഒരുമിച്ച് കൂടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ ജറാഹ് റളിയല്ലാഹു അൻഹുവും അൻസാരികൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിലേക്ക് പോവുകയും ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ നിൽക്കുമ്പോൾ അവിടെയാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ നേതൃത്വ പാഠവും വീണ്ടും വീണ്ടും പ്രകടിപ്പിക്കുകയും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയും എങ്ങനെയാണ് നേതൃത്വം ഉണ്ടായി വരേണ്ടത് എന്ന് പറയുകയും എന്നിട്ട് നിങ്ങൾ ഈ ഉമറിനെയോ അബൂ ഉബൈദയെയോ നേതാവാക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോഴേക്ക് ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ബൈഅത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുകയും എല്ലാ ആളുകളും ബൈഅത്ത് ചെയ്യുകയും ആരും ഒന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു. ആ സംസാരം എല്ലാവരും ഉൾക്കൊണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു. എല്ലാ ജനങ്ങളും ബൈഅത്ത് ചെയ്തു. അതിനുശേഷമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറമാടുന്നതുമായി ബന്ധപ്പെട്ട് ദഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുത്തത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി വലിയ ഉത്തരവാദിത്വം, വലിയ നേതൃത്വം തന്റെ പിരടിയിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വന്നു. സഹാബികൾ, അൻസാരികളും മുഹാജിറുകളും മൊത്തം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇനി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ കേൾക്കാനാണ്. ഒരു
ഭരണാധികാരിയുടെ വാക്കുകൾ ഏറ്റവും ലോകം വളരെ മനോഹരമായി രേഖപ്പെടുത്തിയ, ലോകത്തിന് ഏറ്റവും മാതൃകയുള്ള മനോഹരമായ ചില പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ആദ്യത്തെ പ്രഭാഷണം നടത്തുന്നത്. അയ്യുഹന്നാസ് ഇന്നി ഖദ് വല്ലീതു അലൈക്കും വലസ്തു ബിഖൈരിക്കും ഫഇൻ അഹ്സൻതു ഫഅഈനൂനി വഇൻ അസഅതു ഫഖവ്വിമൂനി അസ്സദഖു അമാന വൽ കദിബു ഖിയാന വല്ലഈഫു ഫീകും ഖവിയ്യുൻ ഇൻദി ഹത്താ ആഖുദൽ ഹഖ്ക له إن شاء الله والقوي فيكم ضعيف عندي حتى أخذ الحق منه إن شاء الله لا يدع قوما الجهاد في سبيل الله إلا ضرب الله بالذل ولا تشيع الفاحشة في قوم قط إلا عمهم الله بالبلاء أطيعوني ما أطعت الله ورسوله فإذا عصيت الله ورسوله فلا طاعة لي عليكم. എൻ്റെ ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഖദ് വല്ലീതു അലൈക്കും, നിങ്ങളുടെ മേൽ ഞാൻ ഭരണാധികാരിയാക്കപ്പെട്ടിരിക്കുകയാണ്, ഉത്തരവാദിത്തമുള്ള എന്നെ വലിയാക്കിയിരിക്കുകയാണ്. വലസ്തു ബിഖൈരിക്കും, എന്നാൽ ഞാൻ നിങ്ങളിൽ ഏറ്റവും ഖൈറുള്ള ഒരാളല്ല, ഏറ്റവും മികച്ചവൻ ഞാനാണെന്ന അഭിപ്രായം എനിക്കില്ല. ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വിനയാന്വിതമായ മനോഹരമായ ഒരു വാക്കുകളാണിത്. ഞാൻ നിങ്ങളിൽ ഏറ്റവും ഖൈറല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നിലുള്ള ചില മാർഗരേഖ എന്ന് പറയുന്നത് ഫഇൻ അഹ്സൻതു ഫഅഈനുനി, ഞാൻ ചെയ്യുന്നത് ഇഹ്സാനാണെങ്കിൽ, എൻ്റെ മുന്നിലേക്കുള്ള നടപടിക്രമങ്ങൾ നന്മ നിറഞ്ഞതാണെങ്കിൽ ഫഅഈനുനി, നിങ്ങൾ എന്നെ സഹായിച്ചേക്കണം. വഇൻ അസഅതു ഫഖവ്വിമൂനി, ഞാൻ എവിടെയെങ്കിലും എനിക്ക് ശ്ലഥങ്ങൾ ഉണ്ടായാൽ, തെറ്റു ചെയ്തു പോയാൽ, ഞാൻ മോശമായി പെരുമാറിയാൽ, വഇൻ അസഅതു, ഞാൻ ആയി മാറിയാൽ, നിങ്ങൾ ഫഖവ്വിമൂനി, നിങ്ങൾ എന്നെ ശരിപ്പെടുത്താൻ നിങ്ങൾ ഉണ്ടാകണം. അസ്സദഖു അമാന, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, സിദ്ദഖ് എന്നത് ഇന്റഗ്രിറ്റി, സത്യസന്ധത, എല്ലാവരെയും പരിഗണിച്ചും സത്യസന്ധമായി അവരോട് ഗുണകാംക്ഷയോട് പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് അമാനത്തുൻ, അത് ഏറ്റവും വലിയ അമാനത്താണ്. വൽ കദിബു ഖിയാന, കളവ് പറയുക എന്നത് വഞ്ചനയാണ്. നിങ്ങളിൽ ഏറ്റവും ബലഹീനൻ എൻ്റെ മുന്നിൽ ഏറ്റവും ശക്തിയുള്ളവനായിരിക്കും ഞാൻ അയാൾക്കുള്ള അവകാശം വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ നിങ്ങളിൽ ഏറ്റവും ബലഹീനനാണ് എൻ്റെ അടുത്ത് ഏറ്റവും ശക്തിയുള്ളവൻ. കാരണം ബലഹീനനാണ് എൻ്റെ അടുത്ത് ശക്തിയുള്ളവൻ, കാരണം അയാൾക്കുള്ള അവകാശങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാത്ത കാലത്തോളം ഞാൻ അതിൻ്റെ കുറ്റക്കാരനായിരിക്കും. നിങ്ങളിൽ ഏറ്റവും കവിയായി നിൽക്കുന്ന ഒരാൾ, ശക്തിമാനായി നിൽക്കുന്ന ഒരാൾ, സത്യത്തിൽ എൻ്റെ അടുക്കൽ അവൻ ഏറ്റവും ലഈഫാണ്, ഏറ്റവും ബലഹീനനാണ്. ഞാൻ അയാളിൽ നിന്ന് മറ്റുള്ളവരുടെ ഹക്ക് വാങ്ങി അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് വരെ ഒരു ലഈഫായ ഒരു കവിയായ മനുഷ്യൻ എൻ്റെ മുന്നിൽ അവൻ ഏറ്റവും ലഈഫായിരിക്കും. വലിയ പ്രഖ്യാപനമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ പിൻഗാമി മനോഹരമായി രേഖപ്പെടുത്തി വെച്ചത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കണം. അതില്ലെങ്കിൽ നമ്മൾ നിന്ദ്യരും നികൃഷ്ടരുമാകും, ഒരു മോശമാവും, ഒരു ഫാഹിഷത്തും ജനങ്ങളുടെ ഇടയിൽ പരക്കാൻ പാടില്ല. പരന്നാൽ അവരെ അള്ളാഹു ബലാവ് കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട്, വ്യാപകമായി പരീക്ഷണം അള്ളാഹുവിൽ നിന്നുണ്ടാകും. അത്തിയുനി മാ അതഅതുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ഞാൻ പിൻപറ്റുന്ന കാലത്തോളം നിങ്ങൾ എന്നെ വഴിപ്പെടണം, നിങ്ങൾ ഞാൻ പറഞ്ഞതനുസരിക്കണം. ഫഇദാ അസൈതുല്ലാഹ വറസൂലഹു ഫലാ തഅത ലി അലൈക്കും, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും ഞാൻ എതിരു പ്രവർത്തിച്ചാൽ നിങ്ങൾ പിന്നെ എന്നെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് തോഅത്ത്, എൻ്റെ മേലുള്ള തോഅത്ത് നിർബന്ധമില്ല. നിങ്ങൾ എന്നെ ഒബീഡിയൻ്റ് ആവല് നിങ്ങൾക്ക് നിർബന്ധമില്ല എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണമേറ്റെടുത്തിട്ടുള്ള ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം ചരിത്രത്തിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടുള്ളതാണ്. ഓരോ ഭരണാധികാരിക്കും ഏതെങ്കിലും തരത്തിലുള്ള അധികാരം കിട്ടിയാൽ, ചെറുതും വലുതുമായ, പ്രൈവറ്റും പബ്ലിക്കുമായ, അല്ലെങ്കിൽ ഔദ്യോഗികവും അനൗദ്യോഗികവുമായ ഏതെല്ലാം തരത്തിൽ ഉത്തരവാദിത്തമുള്ള ആളുകളൊക്കെ ഈ അമാനത്തിനെ കുറിച്ചും സിദ്ഖിനെ കുറിച്ചും ധാരണയുള്ളവരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ പദങ്ങളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രഭാഷണത്തിൽ ഉപയോഗിച്ചത്. ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.